നമസ്കാരം. നമസ്കാരം. പുലർക്കാലത്ത് ഇന്ന് ഞങ്ങളുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെയും പേരിൽ ജീവൻ ടി വിയുടെ ഈദ് മുബാറക്. ഈദ് മുബാറക്. ഇന്ന് റംസാൻ പെരുന്നാൾ ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ ജീവൻ ടി വിയും കൂടി പങ്കുചേരുകയാണ്. വളരെ സംഗീത സാന്ദ്രമായ ഒരു തുടക്കമാണിന്ന്. നമ്മുടെ പ്രോഗ്രാം ധാരാളം ഉണ്ട്. പക്ഷെ പുലർകാലത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിരിക്കുന്നു സംഗീത സാന്ദ്രമായ ഒരു തുടക്കം. ഇന്ന് വിശേഷ ദിവസമാണ്. അപ്പം നമുക്കതുകൊണ്ട് തന്നെ വിശേഷപ്പെട്ട 2 ഗായകരുണ്ട്, ഗായികമാർ. റംസാനിലെ ചന്ദ്രിക അല്ല, റംസാനിലെ ചന്ദ്രികമാർ. 2 ഗായികമാരാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുലർകാലത്തിൽ മീര, ദുർഗ. രണ്ടുപേർക്കും മീര, ദുർഗ. അസ്സലാമു അലൈക്കും. പെരുന്നാൾ ഓർമ്മകളിലൂടെയായിരിക്കും നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. 2 ഗായികമാരെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളൊക്കെ പാടണം. നമുക്കൊരു പാട്ടിൽ തുടങ്ങാം. ഞങ്ങൾ ഒരുമിച്ച് കടൽപ്പാലം എന്നുള്ള സിനിമയിലെ കസ്തൂരി തേയില. സൂപ്പർ. ഒരുപാട് എല്ലാരും പാടി പാടി പഴകിയ പാട്ടാണ്. രസമുണ്ടല്ലോ. മാത്രമല്ല ഞങ്ങള് പാടുമ്പോൾ അതിനൊരു പുതുമയുണ്ടാവും. അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണത്. വെരി ഗുഡ്. കേക്കട്ടെ. അല്ല, സാധാരണ ഞങ്ങൾ സ്റ്റേജിൽ ഒരുപാട് സ്റ്റേജിൽ ഒന്നിച്ച് പാടാറുണ്ട്. ആദ്യമായിട്ടാണ് ചാനലിൽ ഒന്നിച്ച് പാടാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. ഒന്നിച്ച് പാടുന്നത് ആദ്യമായിട്ടാണ്. പുലർക്കാലത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതാണ് നിങ്ങൾക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത്. നമുക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ? നമുക്ക് തുടങ്ങാം. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലുക്കി ഇന്നും 16 വയസ്സാണ് കൽബിൽ ഏതു നേരവും കനവാണ് ഉള്ളിൽ ഏതു നേരവും കനവാണ് ഇന്നും 16 വയസ്സാണ് കൽബിൽ ഏതു നേരവും കനവാണ് ഉള്ളിൽ ഏതു നേരവും കനവാണ് പടിഞ്ഞാറൻ കടൽക്കരെ പകലന്തി മയങ്ങുമ്പോൾ ഒരുമാലും തുന്നിക്കൊണ്ടിരിപ്പാണ് പുതുമുത്തമണിയിച്ചും പുളകങ്ങൾ പുതപ്പിച്ചും പിന്നാരം തരും ഒരു പുതുമാരൻ പുതുമുത്തമണിയിച്ചും പുളകങ്ങൾ പുതപ്പിച്ചും പിന്നാരം തരും ഒരു പുതുമാരൻ കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി. നല്ലൊരു സ്റ്റാർട്ടായിരുന്നു അതല്ലേ? നിങ്ങൾ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ടോ ഒരുമിച്ച്? ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇപ്പം ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ഈ മുന്നിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമെങ്കിൽ നമ്മുടേത് മാത്രമായ ഒരുപാട് നിമിഷങ്ങൾ, സന്തോഷങ്ങൾ, പ്രയാസങ്ങൾ അല്ലേ, ചിരി, ഒരുപാട് നമ്മുടെ ഓർത്ത് ചിരിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ, അങ്ങനെ കുറെ നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? മീര ചേച്ചിയുടെ കൂടെ ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം ചിരിയാണ്. അതുകൊണ്ട് ചിരിക്കുന്ന മുഹൂർത്തം ഓർത്തെടുത്ത് പറയാനായിട്ട് കരയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സഹായിച്ച് ഇതുവരെ അങ്ങനെ ഒരു കരയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. എടുക്കില്ല കേട്ടോ, പെരുന്നാളായിട്ട് നമ്മളത് എടുക്കില്ല എന്നറിയാം. കരച്ചിലെടുക്കില്ല, ചിരി മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നിങ്ങൾ പാടിയത് നന്നായിരുന്നു കേട്ടോ, അതാദ്യം പറയട്ടെ. തമാശയൊക്കെ ആണെങ്കിലും 2 സിംഗേഴ്സ് ഇങ്ങനെ സ്റ്റീരിയോഫോണിക് ആയിട്ട് ഞാൻ ഇരുന്ന് കേൾക്കുന്ന ആദ്യമായിട്ട്. രണ്ട് ഒരേപോലെ നന്നായി പാടുന്ന 2 പേരൊക്കെ ഒരുമിച്ച് ജെല്ലായി വരുന്നത്. പാടുന്നല്ല, ഞങ്ങൾ സ്റ്റേജിൽ പാടുമ്പോൾ ഞങ്ങൾ വെറുതെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ടോൺ വേറെയാണ്, വെറുതെ പാടുമ്പോൾ ടോൺ വേറെയാണ്. പക്ഷെ മൈക്കിൽ ഞങ്ങൾ പാടുമ്പോ ഭയങ്കര എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേര് പാടുന്നു തോന്നില്ല,
ഒറ്റ വോയിസ് എടുത്തു അല്ലേ? ചിലപ്പോ ഞാൻ പാടാറില്ല അത്. 10 പോയിന്റ് നമുക്ക് ഇങ്ങനെ എണ്ണണം. ഇതിലേക്ക് എത്ര പോയിന്റ് ദുർഗയ്ക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചുമ്മാ അപ്പൊ ഒരാള് പാടുന്നതായിട്ടല്ലേ തോന്നുന്നു. സംഭവമാണ്. പ്രസ്ഥാന കൺട്രിയാണ് കൺട്രി. അതെ ആ കൺട്രി അല്ല, അല്ല എന്റെ വ്യാപ്തി പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ നമുക്കിനി അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ഏത് song? ചെയിൻ സോങ്. നിങ്ങളെ റംസാനിലെ പ്രേക്ഷകർക്ക് ഇതുപോലെയുള്ള സന്തോഷമായിട്ട് അവരുടെ സ്വീകരണ മുറിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വിളിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടോക്ക് ഷോ എന്ന് പറയുമ്പം അവരവരുടെ അനുഭവങ്ങൾ പറയാം. എന്നാലും പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതുമായിട്ട് മാത്രമേ പറയാവൂ. 2 സിംഗേഴ്സിനെ കിട്ടിയാൽ പാട്ടുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ക്ഷണിച്ചതും കേട്ടോ. സീരിയസ്ലി പാട്ടുകാരെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്തത് ഇന്നത്തെ ദിവസം എത്രയോ ചാനലുകളിലെല്ലാം പോയി വന്നു കഴിഞ്ഞാലും ഇത്രയും സന്തോഷിക്കുന്ന ഒരു 2 പെൺകുട്ടികളെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത് മ്യൂസിക് തന്നെയാണ്. മ്യൂസിക്കിലൂടെ നമുക്ക് അല്ലേ ആ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന വേറെ ഒരു രീതിയിലും കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സന്തോഷവും സങ്കടവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്. പലരും ധരിക്കുന്നത് എന്താണെന്നറിയോ, സിനിമയിലാണ് കോമഡി അല്ലെങ്കിൽ സീരിയലിൽ കോമഡി ഉണ്ടാവും. സീരിയലിൽ കോമഡി ഇല്ല, ഓക്കെ, സിനിമയിൽ കോമഡി എന്ന് പറയും. സിംഗേഴ്സിന്റെ ഇടയിൽ ഇത്രയും തമാശയും ഇത്രയും ജോളിയായിട്ട് ഒന്നോടൊന്നിങ്ങനെ കൊമ്പ് കോർത്ത് നിൽക്കുന്നത്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിനൊക്കെ പോയാൽ ആ ഒരു യാത്ര വലിയ ലോങ് ട്രിപ്പ് ആണെങ്കിൽ തീർന്നു അന്നത്തെ ദിവസം. ഞാനൊക്കെ എണീറ്റ് തൊഴുതിട്ടുണ്ട്. ചിലരൊക്കെ ഒന്ന് നിർത്തുവോ പ്ലീസ് എന്നുണ്ട്. തൊണ്ട ഉണ്ടാവില്ല അവിടെ ചെല്ലുമ്പോ. പ്രോഗ്രാമിന്റെ ടൈം ആകുമ്പോഴേക്കും കാറ്റ് മാത്രം വരും പുറത്തേക്ക്. കാറ്റിൽ പാടില്ല ഇവിടെ അതുപോലെ. അപ്പൊ പാടാൻ പറ്റിയൊരു പാട്ട് കാറ്റിൽ പറയുമ്പോ എന്താ ഞാൻ പറഞ്ഞു ഞാൻ ജീവിക്കായിരുന്നു ആ പാട്ടില്. സുഖമില്ലായിരുന്നു അല്ലേ മീരയ്ക്ക്? തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാണെന്ന് പറയും? ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, ലിറിക്സ് എടുക്കണ്ടേ? പൊന്നാകുമ്പോ പിന്നെ നമുക്ക് തൂക്കി വാങ്ങിക്കണ്ട, ഒരു കൊട്ടയായിട്ട് തന്നെ ഇരുന്നോട്ടെ. അത് വീണ്ടും ഒരു പഴയ പാട്ട് തന്നെയാണ്. പൊന്നു വന്നാൽ മതിയായിരുന്നു, പാടുമ്പോ വെള്ളി വരാതെ. 10 പോയിന്റ് മീരയോടൊപ്പം നിൽക്കുന്നുണ്ട്. 1:1. എന്നോട് എപ്പോഴും എന്റെ കൂടെ നടക്കണം, അതുകൊണ്ടാ ഞാൻ പഠിപ്പിച്ചോട്ടത്. കേൾക്കാം. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. അരിമുല്ല പൂവാള പില് പടച്ചവൻ വിരിയിച്ച പൂമലരല്ലേ. അഴകിൻ്റെ പൂന്തൊപ്പിലാട വന്നൊരു മയിലല്ലേ. കനകത്തിൻ നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല. കനകത്തിൻ നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല. മാമ്പുള്ളി ചുണങ്ങുള്ള മാറത്തണിയാൻ മാങ്ങാത്താലേ മണിത്താലേ. മാമ്പുള്ളി ചുണങ്ങുള്ള മാറത്തണിയാൻ മാങ്ങാത്താലേ മണിത്താലേ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സ്കൂളിൽ പണ്ട് ഒപ്പന പാടാനായിട്ട് ഒരു പാട്ട് വേണമായിരുന്നു. കുറച്ച് പേര് പാടും, ഞങ്ങളൊക്കെ കൂട്ടി ഡാൻസ് ചെയ്യണം. അപ്പോൾ അന്ന് ഈ ഫിലിം സോങ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ പാട്ട് ഒരാൾ എടുത്തു തന്നു, ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ വന്ന ജഡ്ജ് പറഞ്ഞു ഇത് ചെറിയ കുട്ടിയെ താരാട്ട് പാടിക്കൊണ്ട് പാടിയ പാട്ടാണെന്നാണ് പറഞ്ഞത്. ആ സിനിമയിൽ അങ്ങനെയായിരുന്നു. അത് ഒരു കുഞ്ഞാണ്, കുഞ്ഞിനെ അമ്മയും മറ്റ് ബന്ധുക്കളെല്ലാം, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈസ് ഒന്നുമില്ല. പക്ഷെ നമ്മളിത് കേട്ട ഒരു മണവാട്ടി ഒരുക്കുന്നത് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. ആ കുട്ടിക്ക് വേണ്ടി ഞങ്ങള് പാടി നിർത്തി മഴ പെയ്ത് തുറന്ന പോലെ അല്ലേ. പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ ഞങ്ങള് ഈ പാട്ടില് ഞങ്ങള് ശ്വാസം എടുത്തവരെ ഒരുമിച്ചായിരുന്നു. കെമിസ്ട്രി പറയണ വേണ്ടോന്ന് കരുതി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. കെമിസ്ട്രി അല്ല, നിങ്ങളുടെ ഹിസ്റ്ററിയാണ് എനിക്കറിയേണ്ടത്. വളരെ മോശം. എന്നാ നമുക്കത് വിടാം. നമുക്ക് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ വേണം പറയാൻ. ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
കൂടുതൽ എനിക്ക് തോന്നുന്നു മുസ്ലിംസ് ആണ് കൂടുതൽ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളും രണ്ട് ഞാൻ തന്നെ പറയും. കാരണം എന്താ പറയാ, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞത് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇനിയുള്ള പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന്റെ കേസ് പറഞ്ഞപ്പോൾ സാധാരണ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നോമ്പ് പിടിക്കുന്ന ഒരു സമയമാണല്ലോ. ശരിക്ക് മറ്റുള്ള എന്താ പറയാ, നമ്മളും ഇടയ്ക്ക് നോമ്പ് പിടിക്കാറുണ്ട്. അതെ, പിടിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ട്, ഞാനൊരു പ്രാവശ്യം നോമ്പ് പിടിച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് പിടിക്കുന്ന കാര്യം പറയുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, മീര ചേച്ചി നല്ലൊരു കുക്കാണ്. ഒരുപാട് നല്ല നല്ല എന്താ ശരിക്കും മാസ്റ്റർ പീസ് കുക്കിംഗ്? ഞാൻ എല്ലാം ഉണ്ടാക്കാറുണ്ട്. ഏതൊക്കെ? നോമ്പ് തുറക്കാനായിട്ട് മൊത്തത്തില് നമ്മുടെ ഫ്രണ്ട്സ്. നല്ല കാര്യമാണ് അല്ലേ? ഒരു ദിവസം ഇപ്രാവശ്യം ഇങ്ങനെ തുറക്ക പറഞ്ഞോണ്ടിരിക്കണം, എന്നെ കൂടെ വിളിക്കണം. പക്ഷെ എനിക്കിപ്പോ മേരിച്ചിന്റെ വീട്ടില് നോമ്പ് തുറക്കാൻ വേണ്ടി പോകണമെന്നില്ല. കാരണം ഞാൻ എപ്പോ പോയാലും ഫുഡ് റെഡിയാണ്. എപ്പോഴും വീട്ടിൽ പോകുമ്പോഴേക്കും ഫുഡ് ഇങ്ങനെ ഒരുപാട് തുറക്കുമ്പോ അവിടെ കാണും അല്ലേ? ഇപ്പൊ ദുർഗയാണ് കഥ തുറക്കാറില്ല. നമ്മളെ എന്നോട് കേറിയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്താ, ചിക്കൻ, ഗീ റൈസ്, പിന്നെ കപ്പ ചമ്മന്തി. നോമ്പ് തുറക്കാനോ? അല്ല, അതും വെക്കാലോ. എന്നിട്ട് ഈ മുസ്ലിം ഫ്രണ്ട്സിനെയൊക്കെ അവരെ വിളിക്കും. അവര് ആ സമയത്ത് അന്ന് നമ്മള് ഇപ്പൊ ഈന്തപ്പഴം, ലൈം ജ്യൂസ്, അങ്ങനെ എല്ലാം അവർക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി വെക്കും. പാട്ടൊക്കെ പാടി? പാട്ടൊന്നും പാടില്ല. അവര് വന്ന് പ്രാർത്ഥിച്ച് ഒരു ഈന്തപ്പഴം കഴിച്ചു തുടങ്ങും. പിന്നെ അതൊരു വലിയ പുണ്യമാണെന്ന് പറയും അല്ലെ? നോമ്പ് തുറക്കാൻ ശരിയാക്കി കൊടുത്തവരെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഒരു വലിയ പുണ്യമാണ്. സ്ഥിരമായിട്ട് 2 സുഹൃത്തുക്കൾ, 2 പേർക്കാട്ടോ കൂടുതൽ കൊടുക്കാറ്. എല്ലാരെയും വിളിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. വളരെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2 പേരുണ്ട്. യാസിർ പറയും, അത് അഫ്സലിക്കയുടെ കസിനാണ്, മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഡയറക്ടറാണ്. യാച്ചുക്കെ ഉണ്ടാവും. പിന്നെ റഫീഖ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിംഗറാണ്, റഫീഖ് റഹ്മാൻ. ഇവർ 2 പേരും ശരിക്കും വീട്ടിലെ ആളുകളെ പോലെയാണ്. അപ്പൊ അവർക്ക് അധികവും മ്യൂസീഷ്യൻസ് തന്നെയാണ് ഫ്രണ്ട്സ് ഒക്കെ അല്ലേ മീരയ്ക്ക്? അങ്ങനെ മാത്രല്ല, എല്ലാരും ഉണ്ട്. ഞാൻ പെട്ടെന്ന് എല്ലാവരും കൂട്ടാവുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ തന്നെ നല്ല മണികൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സിംഗേഴ്സ് ആയിട്ട് മാത്രമല്ല ആൾക്കാർക്ക് അറിയുള്ളൂ. നിങ്ങളൊരു ഇൻസ്ട്രുമെന്റലിസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും. ഇപ്പോൾ ഒരുപാട് സിംഗേഴ്സ് വായിക്കുന്നുണ്ടല്ലോ. സുജാതയുടെ മോളൊക്കെ ഞാൻ കണ്ടപ്പം പാടുന്നുണ്ട്. അപ്പൊ സിംഗേഴ്സിന് ഇനി പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ശരിക്ക് എല്ലാം പകുതി പഠിച്ച് നിർത്തിയ ഒരാളാണ്. ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ചില കുറച്ച് നാൾ മൃദംഗം പഠിച്ചു, കുറച്ച് നാൾ വയലിൻ പഠിച്ചു. പകുതി പഠിച്ചത് ഇപ്പുറത്തെ സൈഡ് മാത്രം. പകുതി പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ട്. 3 ക്ലാസ് പോയി. കമ്പ് മാത്രം ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. 3 ക്ലാസ് കമ്പ് മാത്രം എടുക്കാൻ പഠിച്ചു. അല്ല തരാം. 3 ക്ലാസ് എന്തൊക്കെ പഠിച്ചതില്? കമ്പ് മാത്രം ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഇല്ല കേട്ടോ, കുറച്ചൊക്കെ വായിച്ചൊക്കെ നോക്കി. കുറച്ച് നാള് വയലിൻ പഠിക്കാൻ പോയിരുന്നു. വർണ്ണം വരെയൊക്കെ വയലിൻ വായിക്കുമായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. ഇപ്പോഴായാലും കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ പാട്ട് മാത്രമാണ് കൂടുതൽ. ശരിക്കും സംഗീതം. പക്ഷെ ദുർഗയുടെ ഒരു കസിൻ ഉണ്ട്, ഉഗ്രൻ വയലിനിസ്റ്റ് ആണ്, ഉഗ്രൻ പാട്ടുകാരിയാണ്, രൂപ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. നമുക്കിനി പിൽക്കാലത്ത് വയലിൻ എങ്ങനെ അവര് ക്ലാസിക്കലാണോ വായിക്കുന്നത്? 2 ക്ലാസിക്കൽ വെസ്റ്റേൺ എല്ലാം വായിക്കാം. അതാണ് ചിലർ നമ്മൾ ഫോക്കസ്ഡ് ആണ്, ക്ലാസിക്കൽ മാത്രം കൈകാര്യം ചെയ്യും. ചില സിനിമ പാട്ടുകൾ മാത്രം ചെയ്യുന്നത്. ഇല്ല 2 രൂപ ചേച്ചി 2 ക്ലാസിക്കലും വെസ്റ്റേണും 2 നല്ലൊരു സിംഗറും കൂടിയാണ്. അല്ല, ഇതിനെല്ലാത്തിലപ്പുറം ഞങ്ങള് 3 പേരും നാട്ടുകാരാണ്. അതെ. എവിടെയാ നാട് ചോദിച്ചത്? പറവൂർ, നോർത്ത് പറവൂരാണ്. പറവൂർ സിസ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിൽ. നമുക്ക് വീണ്ടും ഈ പറവൂർ സിസ്റ്റേഴ്സിനെ ഒരു പാട്ടിന് ഏതോ സിസ്റ്റേഴ്സ് ഒരു പാട്ട് പാടുവോ ഞങ്ങൾക്ക് വേണ്ടിട്ട്? കിലുകിലുങ്ങണൊരലക്കത്തിട്ട് മിന്നും കസവണി തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് വാടി മെഹറുബാ, ഒന്ന് വാടി മെഹറുബാ, മെഹറുബാ മെഹറുബാ, ഹേ പുതുക്ക പെണ്ണേ മെഹറുബാ.
മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ നിന്റെ പകിട്ടില് കണ്ണു വെക്കണ പുതുമണവാളൻ മെഹർബാ മെഹർബാ കള്ളിപ്പെണ്ണേ മെഹർബാ കഞ്ചകപ്പൂം ചെണ്ടിനൊത്തൊരു മുത്തേ മെഹർബാ നാളെ പീരശപ്പുങ്കാവനത്തില് മധുവിധുവല്ലേ ഹേ റസിയാ ഹേ റസിയാ ഹേ റസിയാ മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ നിന്റെ പകിട്ടില് കണ്ണു വെക്കണ പുതുമണവാളൻ. ആ സിനിമയും കൂടി ഓർമ്മ വന്നു എനിക്ക്. ഇത് അതെ മീര ജാസ്മിനും അതിലൊരു മീരയുണ്ട്, മീര അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ ഇവിടെയും ഒരു മീരയുണ്ട്. സർവം മീരമയം, സർവം ബ്രഹ്മമയം നായകത്രി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഈ ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഷോസ് ചെയ്യുന്നവരാണ് രണ്ടുപേരും, ഒരുമിച്ചും സെപ്പറേറ്റ് ആയിട്ടൊക്കെ. നല്ല മൊമെന്റ്സ് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യും. നല്ലൊരു ദിവസമല്ലേ ഇപ്പം നമുക്ക് ഫൺ ഫിൽഡ് ആയിട്ടൊരു സിറ്റുവേഷൻ. ആദ്യം മീനേജ് തുടങ്ങിക്കോ. അതിപ്പോ എന്താ പറയാൻ കിട്ടാഞ്ഞിട്ടേ, ഞാൻ പണ്ട് പ്രോഗ്രാം 2 ആംഗിൾസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചോദിക്കാൻ നീ ചോദിച്ചോളൂ നീ പറഞ്ഞു, നീ ചോദിച്ചോ, എന്താണ് വിട്ടു തരുന്ന പോലെ. ആദ്യം പറഞ്ഞോ ലേഡീസ് ഫസ്റ്റ്. ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടാണ് ലേഡീസ് ഫസ്റ്റ് തിരിച്ചത്. എനിക്ക് ഞാൻ ആർക്ക് മാർക്ക് കൊടുക്കും? പറഞ്ഞു ദുർഗയ്ക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ്. നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പറയേണ്ടി വരും. നല്ല എക്സ്പീരിയൻസ്. എനിക്ക് അത് അനുഭവിച്ചപ്പോൾ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഓർത്ത് ചിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പെരുന്നാൾ സമയത്ത് പുറത്ത് പ്രോഗ്രാം, ഇപ്പോൾ അതെ ബഹ്റൈനും ഉണ്ട് ഖത്തറും ഉണ്ട്. അപ്പം അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സ്പോൺസർ, ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, സ്പോൺസർ കേൾക്കണം, ഇത് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ തന്നെ പുള്ളി, ഞങ്ങൾ വണ്ടി കയറിപ്പോ എനിക്കിതുപോലത്തെ 3 കാറുണ്ട്. അപ്പോഴേ നമുക്കൊരു അഴകിയ രാവണം മണത്തു. അത് കഴിഞ്ഞ് പുള്ളി ഹോട്ടലിലേക്ക് കൊണ്ടാക്കി. ഡീലിംഗ് ഒക്കെ നല്ല ഡീലിംഗ് ആയിരുന്നു. ഒരു വലിയ ട്രിപ്പാണത്. റോമയുണ്ട്, റീമിയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരു 10-20 പേര് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ തന്നെ. അത് കഴിഞ്ഞ് ബഹ്റൈനിലൊരു 2 ഷോ ഉണ്ടായിരുന്നു. 2 ഷോ കഴിഞ്ഞപ്പോൾ പുള്ളിയാണെങ്കിൽ ഫ്രണ്ടിലൊന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ, ഡാൻസ് ഒക്കെ ഉണ്ട്. മൊത്തത്തിലൊരു അപകടം മണക്കും നമുക്ക്. പെട്ടെന്ന് ഞങ്ങളൊക്കെ പാടാൻ അപകടം മണക്കുന്നല്ലോ അങ്ങനെ നമുക്ക് തോന്നും. പുള്ളി ബഹ്റൈൻ ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ കോർഡിനേറ്ററിനോട് ചോദിച്ചു, ക്യാഷ് ഇപ്പം തന്നേക്കട്ടെ. അപ്പം അത് കഴിഞ്ഞ് ഖത്തറിലേക്ക് പോകണം. അപ്പോൾ പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്ത് വേണം, ക്യാഷ് വാങ്ങണോ? അപ്പം എല്ലാവരും സ്വാഭാവികം നമ്മുടെ അടുത്ത് വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം വേണ്ട, അതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോയി ഖത്തറിലെത്തി. ഖത്തറിൽ അവര് ഇത് പ്രോഗ്രാം ഇയാള് തന്നെ. അപ്പൊ അവിടെ ഷോ എടുത്തിരിക്കുന്ന വേറെ ആളുകൾ, അത് നമുക്ക് നേരത്തെ പരിചയമുള്ള ആളുകളൊക്കെയാണ്. അവരെ കറക്റ്റ് പൈസ ഒക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും 3 ഷോ കഴിഞ്ഞു, മൊത്തത്തിൽ 5 ഷോ കഴിഞ്ഞിട്ട് ഞാനൊക്കെ പിറ്റേ ദിവസം ഷോപ്പിങ്ങിനൊക്കെ പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോ ആരെയും കാണില്ല. കുറച്ചേരം നോക്കിയപ്പോ ഇവരെ മറ്റേ ചുറ്റും ഇയാളെ ഇങ്ങനെ ഇരുത്തിയിട്ട് നടുക്കിട്ട് ചുറ്റും കൂടിയൊക്കെയാണ് ആർട്ടിസ്റ്റുകള്. കാശില്ല, മഴക്കാറായി പോയോ? ഇയാളോട് ചോദിച്ചാൽ കാശില്ല. എന്ത് സിമ്പിൾ ആയിട്ടാ പറയണെന്നറിയോ? അത് മാത്രല്ല, അപ്പൊ ചിലരോടൊക്കെ ഇയാള് പറഞ്ഞു, എനിക്ക് കമ്പനി ഉണ്ട് മൂന്നാറില്. അപ്പൊ കമ്പനിയിൽ ആരൊക്കെ, അത് ഞാൻ മാത്രമുള്ള കമ്പനി നടത്തണം. പിന്നെ പുള്ളി അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നടുക്കിരുന്ന് പറയുവാ. റോമ അടക്കം ക്യാഷ് ഇല്ലാതെ പോയതെന്ന്. അങ്ങനെ ഒരു അനുഭവം പെരുന്നാളിന്റെ സമയത്താണ് ഷോ. ചിരിച്ചു, അത് കഴിഞ്ഞ് ചിരി എന്ന് പറഞ്ഞാൽ നിസ്സാര ചിരിയൊന്നും വരുന്നില്ല. ഇയാളെ വെച്ച് ചുറ്റും ഇരുന്ന് കസേരയൊക്കെ എടുത്ത് അടിക്കാൻ പോകുന്നു ചിലര്. ഇയാളെന്ത് ചെയ്യാൻ, ഇയാള് കാശില്ല. അപ്പൊ മറ്റേ ചേട്ടന്റെ കമ്പനി വന്നു വെച്ചാൽ അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. വളരെ കൂളായിട്ട് അങ്ങനെ ഒരു സ്പോൺസറിന് ആദ്യം ഭീകരമായി പോയിട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതിനകത്ത് ചിരിയുണ്ട്, സങ്കടമുണ്ട്. കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടി ഓർത്ത് ചിരിക്കായിരുന്നു.
പക്ഷെ അന്ന് അവിടെ നടന്ന ഓരോ ഡയലോഗുകളും ഇയാള് പറയുന്നതും ചോദിക്കുന്നതും ഇയാള് വളരെ കൂളായിട്ട് അത് ഇയാളുടെ സമയം എത്ര നല്ലതായതുകൊണ്ടാണല്ലേ അവിടെ വെച്ച് കാശ് വേണമെങ്കിൽ നിങ്ങൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നേനെ പ്രോഗ്രാം. അതെ, നടക്കില്ലായിരുന്നു, ബാക്കി പ്രോഗ്രാംസ് നടക്കില്ലായിരുന്നു. അയാളുടെ നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയൂല. നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ് കേട്ടോ. അതിലെന്തോ അപകടമില്ല കേട്ടോ അതില്. അപകടമല്ല, പൈസ ഇല്ലാന്ന് ആദ്യമേ പറയാം. ഒരു അപകടത്തിന്റെ കാര്യമല്ല, ഇവിടെ ഗസ്റ്റ് ആണ്. ഗസ്റ്റ് സത്യസന്ധമായി നന്ദി മാത്രം. ദുർഗയുടെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇത് മൊത്തത്തിലാരും കാശ് കൊടുക്കാറില്ല. സ്വന്തമായിട്ട് അടിച്ചിട്ട് പോയി. രണ്ട് മാർക്ക് അതിജീവിച്ചുകൊണ്ട് ദുർഗ പറയും. ഇല്ല, അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ദൈവം സഹായിച്ച് ഇന്നവരുണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കും തിരിച്ചു പറയാം, ഇന്ന് കാശില്ലാട്ടോ നാളെ തരാന്ന്. ചിലപ്പോ ഞാനായിരിക്കും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുത്ത് ചേച്ചി കുറച്ചുകൂടി കിട്ടാണ്. അത് ചില എന്താ പറയാ അറിയുന്ന ആൾക്കാർ വരുമ്പോഴൊരു ബുദ്ധിമുട്ടാണ്. നാളെ തരാട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല. കലാകാരന്മാർക്ക് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ട് കണ്ടോ. നമ്മള് നമ്മളടക്കം നമുക്കും കൂടി ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാൻ പറയുന്നത് സാധാരണ വണ്ടിച്ചെക്കോ പറഞ്ഞു പറ്റിക്കണ എത്ര അവസ്ഥകൾ ഇതുപോലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ചെക്കും കൊണ്ട് ഞാൻ ആദ്യം പോയത് എന്റെ സ്വന്തം കാറിലാണ്, പിന്നെ ഞാൻ ഓട്ടോറിക്ഷയായി, ബസ്സായി, ആ ചെക്കും കൊണ്ടുപോയി. അങ്ങനെ പരിണാമ ഫലങ്ങളോടുകൂടി കുറഞ്ഞു വന്നു. പൈസ ഇല്ല, ഇനി ആ ചെക്കും കൊണ്ട് ഇപ്പോഴും ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ചെക്ക്, ഇത് വണ്ടി ചെക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് കൈമാറാൻ അത് മാത്രമേ ഉള്ളൂ. കലാകാരന്മാർക്ക് ഇങ്ങനെയും കുറെ അവസ്ഥകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ചിരിപ്പിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കലാകാരന്റെ പേഴ്സണൽ ലൈഫിൽ അല്ലേ എന്തൊക്കെ പ്രയാസങ്ങളാണ്. നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന സിംഗേഴ്സ്, എന്റർടൈൻ ചെയ്യുന്ന കലാകാരന്മാര് ആരായിരുന്നാലും ശരി, എല്ലാവർക്കും ഒരു ചെറിയ വിഷമങ്ങൾ എല്ലായിടത്തും കാണും. പക്ഷെ നമ്മൾ അതൊന്നും പ്രകടിപ്പിക്കാറില്ല. നമ്മളോട് പറയാറുണ്ട് കാശ് കുറവാണ് ചേച്ചി, അപ്പൊ നമുക്ക് പെർഫോമൻസ്. പക്ഷെ നമ്മളത് പെർഫോമൻസിനെ ബാധിക്കാതെ കാശ് തരുന്ന സ്ഥലത്തും ഇതുപോലെ കുറച്ച് തരുന്ന സ്ഥലത്തും നമ്മൾ പറ്റുന്ന സ്ഥലത്തും എല്ലായിടത്തും നമ്മൾ ഒരുപോലെ നന്നായി തന്നെയല്ലേ പെർഫോം ചെയ്യാറ് അല്ലേ. ഈ സമയത്ത് ഈ ഏറ്റവും കൂടുതൽ പറയേണ്ടത് പറഞ്ഞാൽ ഈ ഒരു റംസാന്റെ ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, നോമ്പ് കാലം, സക്കാത്ത് എന്ന് പറഞ്ഞ് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വളരെ സത്യമാണ്. കാരണം അവരുടെ ഇത്ര ഒരു പെർസെൻറ്റേജ്, അവരുടെ ഇൻകത്തിൻ്റെ മുകളിലുള്ളൊരു പെർസെൻറ്റേജ് ദേ ഗിവ് ടു പുവർ പീപ്പിൾ. വലിയ കാര്യമാണത്. വേറൊരാൾക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എനിക്കാണെങ്കിൽ പോലും എൻ്റെ ഒരു ഇൻകത്തിൻ്റെ വേറൊരു പെർസെൻറ്റേജ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മോക്കല്ലേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. അല്ലെ എനിക്ക് അറിയാന്നുള്ള അതൊരു വിശ്വാസമാണ്. അത് മാത്രല്ല ചിലര് അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നൊന്ന്, അത് ഈ പെരുന്നാൾ സമയത്ത് മാത്രല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ കാശ് കിട്ടി അത് ആർക്കെങ്കിലും കൊടുക്കുക, കുറച്ച് അങ്ങനെ ചെയ്യുന്നവര് വളരെ അപൂർവമാണ്. വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നുള്ളതാണ് അല്ലേ. ആ ഫ്രണ്ടിന്റെ പേരോടി പറഞ്ഞേക്കാം, നീനു. നമ്മുടെ രണ്ടുപേരും കോമൺ ഫ്രണ്ടാണ്. ഭയങ്കര ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് ചെയ്യാനും പറ്റും. നീനു, വെരി സ്വീറ്റ് ഓഫ് യു. നീനുവിന്റെ ആ നല്ല ഹൃദയത്തിന് വേണ്ടി നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. യെസ്, നീനുവിന് വേണ്ടി. നീനു, ദിസ് ഈസ് ഫോർ യു. കിഴക്ക് പൂക്കും മുറിക്കിനെന്തൊരു ചൊകപ്പാണേ, പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടുതുടുപ്പാണേ, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ, കൽബിലെത്തി 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 കൽബിലെത്തി, കിഴക്ക് പൂക്കും മുറിക്കിനെന്തൊരു ചൊകപ്പാണേ, പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടുതുടുപ്പാണേ. നീനുവിന് വേണ്ടിയിട്ടാണ് ഈ ഗായികമാർ പാടിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. നമ്മൾ ഷോസിലൊക്കെ ഉണ്ടായിരുന്ന വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമൊന്നും വേണ്ട. നമ്മൾ സാറിന് പറയാറുണ്ട്, ഒരു പാട്ടൊക്കെ ചിലപ്പോൾ തുടങ്ങുമ്പോൾ ചിരിച്ച് പാടാൻ പറ്റാത്തൊരവസ്ഥ ലൈവിൽ അങ്ങനെയൊക്കെ വന്ന് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, മറന്നു പോവുക വാക്കുകൾ. ഞങ്ങളുടെ ഡാൻസ് അക്ഷരത്തെറ്റുകൾ വരും പാടുമ്പോഴത്തേക്ക്.
അക്ഷരത്തെറ്റുകൾ മാത്രമല്ല, ഒരുപാട് ചിരിക്കാനുള്ള ഗാനമേള ഓൺ സ്റ്റേജിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യോ? അതെനിക്കൊന്ന് ദുർഗയിൽ തുടങ്ങാം. ശരി, അബദ്ധങ്ങളാണ് ഇങ്ങനെ സ്കോർ ചെയ്യണം കേട്ടോ, മീര ഇങ്ങനെ വിടല്ലേ. മീരയുടെ അനുഭവം അല്ലല്ലോ അല്ലേ ഇതില്? ശരിക്ക് അല്ല അല്ല അല്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള അനുഭവം മീര എന്തായാലും പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്റ്റേജിൽ ചിലപ്പോ എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ എല്ലാ പാട്ടിനും ലിറിക്സ് ഉണ്ടായിരുന്നു വരില്ല. ചില പാട്ടൊക്കെ ചിലപ്പോൾ കമ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് റിക്വസ്റ്റ് വരും, പിന്നെ സോങ് അറിയാമെങ്കിൽ അത് പാടണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും സിംഗറിനെ അറിയാമെങ്കിൽ നമ്മൾ ആ പാട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പെരിയാറെ പെരിയാറെ എന്നൊരു ഒരു പാട്ട് റിക്വസ്റ്റ് വന്നു. എനിക്കാണ് കുറെ പേർക്ക് അറിയാൻ പറ്റും, കാരണം ഇത് ഒരുപാട് ഞങ്ങൾ തന്നെ പറഞ്ഞു പെരിയാറെ എന്നൊരു സോങ് റിക്വസ്റ്റ് അപ്പൊ സിംഗറിന്റെ പേര് ഞാൻ പറയുന്നില്ല, അല്ല അങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞ് ഇതാക്കരുതല്ലോ. മിസ്റ്റർ എക്സ് അപ്പൊ വന്നപ്പം വേറൊരു സിംഗറിന്റെ കയ്യില് എന്റെ ലിറിക്സ് ഉണ്ടായിരുന്നു. ഞാൻ പേടിക്കേണ്ട, പാട്ട് എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാന്ന് പറഞ്ഞു. വേഗം എടുക്കളിയാന്ന് പറഞ്ഞ് ബുക്ക് എടുത്തു, നേരെ കൊണ്ട് സ്റ്റാൻഡിൽ വെച്ചു, പാടാണ്. പാടിക്കൊണ്ട് വേണം പറയാൻ. ഇപ്പം നമ്മൾ എഴുതി വെക്കുമല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബുക്കിൽ ഒരു പാട്ട് കംപ്ലീറ്റ്, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിന് എഴുതി വെക്കും, മെയിൽ പോർഷൻ മെയിലിന് എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് 2 ബിറ്റ് അവിടെ ഗിറ്റാർ ആണെങ്കിൽ 2 ബാർ ഗിറ്റാർ അങ്ങനെയൊക്കെ എഴുതി. നമ്മൾ എല്ലാ പാട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. റിപ്പീറ്റ് ഉള്ളതൊക്കെ 2 പ്രാവശ്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അവസാനം പൊന്നലകൾ നല്ലൊരു പരിപാടാണ്. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു, അതാണ് ശരിക്ക് പാട്ട്. പുള്ളി പാടായിരുന്നു. പൊന്നലകൾ പൊന്നലകൾ 2 പ്രാവശ്യം അത് ഞൊറിഞ്ഞുടുത്തു. അപ്പൊ അമളി പറ്റിയത് മനസ്സിലായി. 2ാം പ്രാവശ്യം പൊന്നലകൾ 2 പ്രാവശ്യം അപ്പോഴും ഒരു പൊന്നലകൾ വെട്ടിയിട്ടാ. പേടി കൊണ്ടാണോ അതോ അത് ചില സോങ്സ് റിക്വസ്റ്റ് വരുമ്പോ കൂവലി പറഞ്ഞ പെട്ടെന്നുള്ള റിക്വസ്റ്റ് സോങ് അല്ലേ, അത് നമ്മളെ ഇതുപോലെ വേറെ ആൾക്ക് പറ്റിയിട്ടുണ്ട്. പ്രോഗ്രാമിന് മുമ്പ് ആദ്യം പാടുന്ന പാട്ട് ഗണപതി ഭഗവാനെ പാടില്ലേ, പ്രോഗ്രാം ബാക്ക് സ്റ്റേജിൽ നിന്ന് ഒരു ഫീമെയിൽ സിംഗർ ഉണ്ടായിരുന്നു. ഫീമെയിൽ സിംഗർ അടിപൊളി പാട്ടാണ്, അടിപൊളി പാട്ടാണ് ഇങ്ങനെ പറഞ്ഞു അടിപൊളി അടിപൊളി. പക്ഷെ ഇതിൽ ശരിക്കും പറ്റിപ്പോയൊരു സംഭവമാണ് മറ്റേ സംഗീതമേ, അതുകൂടെ ഒന്ന് പറഞ്ഞോളൂ. അതല്ല, അതിലും നല്ല ഉണ്ട്. മറ്റേ ഒന്നാംകളി വന്നാംകളി വന്നാംകളി ആ പാട്ടില്ലേ, കണ്ടു കൊതി കൊണ്ടുപോതി കൊണ്ട് 3ആംകളി 4ആംകളി അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്തായി. അതായത് ഞാനിപ്പോ 3 പ്രാവശ്യം ശ്വാസം എടുത്തു എൻ്റെ ഉള്ളില്. ഇത് ഒരാള് പാടിയപ്പോ പുള്ളി ഒറ്റ ശ്വാസത്തിൽ പാടി. പുള്ളിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര ശ്വാസം കിടണത്. പുള്ളി കൊള്ളാലോ ഞാൻ കൊള്ളാലോ എന്ന് ആലോചിച്ച് വന്നപ്പോൾ താളം മാറിപ്പോയി. കിളിച്ചുണ്ടൻ കിളി കൊത്താതെ പുള്ളി സ്വന്തമായിട്ടൊന്ന് അഹങ്കരിച്ചതാ. അപ്പോഴേക്കും പിന്നെ രസം എന്താ വെച്ചാ, ഇനി ഇത് ഓരോ സ്റ്റാൻസിലും ഇത് വരുമ്പോ പുള്ളിക്ക് മറ്റേത് കിട്ടാനുള്ള പുള്ളിയുടെ അതങ്ങ് പോയി. ആ പാട്ടായിരുന്നു അവിടെ കറക്റ്റ്. പുള്ളിക്ക് ഇത് മറന്നുപോയി. പുള്ളിക്ക് പിന്നെ ഇത് എന്ത് ചെയ്താ ഒറിജിനല് കിട്ടാനുള്ള ഓരോ പ്രാവശ്യം ഈ പാട്ട് തീരുന്ന ഒരു 3 സ്റ്റാൻസ് ഉണ്ടല്ലോ, എല്ലാത്തിലും കിളിച്ചുണ്ടൻ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നടന്നൊരു സംഭവം ഉണ്ട്. മീര ചേച്ചി ഞങ്ങൾ ഒരുമിച്ച് നാടൻ പാട്ട് പാടാറുണ്ട്. അപ്പം എല്ലാ സ്റ്റേജിലും ഒരു നാടൻ പാട്ട് പാടും. അപ്പൊ ഞങ്ങൾ എല്ലാ സിംഗേഴ്സും ഒരുമിച്ച് സ്റ്റേജിൽ വന്നിട്ടാണ് ആ ഒരു പാട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ റഹ്മാനക്ക എന്നൊരു സിംഗർ കൂടെ ഉണ്ട്, പത്തനാപുരത്തുള്ള റഹ്മാനക്ക. റഫീഖ് ഉണ്ടാവും, ജിൻസ് ഉണ്ടാവും, മീര ചേച്ചി, ഞാൻ. അപ്പൊ ഞങ്ങളുടെ ഒരു ടീമാണ്. അപ്പം സ്റ്റാർട്ടിങ് ഞാൻ ഒരു ആഡ്ലിപ്പ് പാടുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണേ നങ്ങേലേ ഓടി വാടേടേ കണ്ണു ചിമ്മിക്കാത്തിരിക്കണതാരാടി എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വീരച്ചിന്റെ ഇടയ്ക്ക് നോക്കാറുണ്ട്. അപ്പൊ റഹ്മാനൊക്കെ പറഞ്ഞു, എന്റെ അമ്മൂമ്മ വീരേച്ചി അത് കേട്ടതുണ്ടല്ലോ. എനിക്ക് വീരേച്ചി എനിക്ക് പെട്ടെന്ന് ശരി, ഞാൻ മൈക്ക് മാറ്റി പിടിച്ച് അത് പല സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. നാഷികയുടെ കൂടെ പാടുമ്പോ നാഷികയ്ക്ക് മാറിപ്പോയി. ഏത് പെണ്ണാളെയോ അയ്യോ, അത് വന്നിട്ട് ഞാൻ
സ്റ്റേജിൽ നിന്നങ്ങ് ചിരിച്ചു. നമുക്ക് ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സങ്കടം കരച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കുള്ളൊരു പ്രശ്നമാണല്ലേ, ശരിക്കും കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ഞാൻ എപ്പോഴും ആയിരിക്കും ഇതൊരു ശാപമാണോ ദൈവമേന്ന്. നമ്മൾ അനവസരത്തിൽ നമ്മൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നം കൂടി വരും അല്ലേ. ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോ എന്റെ പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞുവിടും, ദൈവത്തെ ഓർത്ത് കൂടുതൽ ചിരിക്കരുത് പ്ലീസ്. രേണു ചേച്ചി എപ്പോഴും ചിരി കൊടുക്കണം അപ്പൊ അല്ലേ. നല്ലതല്ലേ ശരിക്കും, നമ്മുടെ ആയുസ് കൂടുന്നാണ് ചിരിക്കുന്നത്. ഞാൻ കഥകളിക്കാരൻ്റെ മറ്റേ കമ്പ് വാങ്ങിച്ചു ഇവിടെ കുത്തി വെച്ചേ. അയ്യോ എന്നെ കുലിക്കാൻ മാത്രം അത് വെറുതെ അങ്ങനെ കമ്പ് വാങ്ങി കുത്തിയേക്കണ്ട, അങ്ങനെ വരച്ചു വെച്ചാലും മതി, ഫുൾ ടൈം ചിരിക്കുന്ന പോലെ. അപ്പൊ നമ്മൾ ചുണ്ട് ഇങ്ങനെ നേരെ പിടിച്ചാലും ചിരിക്കുന്ന പോലെ ഇരിക്കും. ഇത്രയും നല്ല മുഖം വേണം വരച്ചൊക്കെ വെക്കണേ. എനിക്ക് ഇനി സ്ഥലമില്ല വരയ്ക്കാൻ, താടിയും മീശയും. ഇതിന്റെ ഇടയിൽ ഞാൻ ഇനി വരച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു പാട്ട് കേട്ടാലോ. അതെ, ഓക്കെ. ഓസൈനവാണ് ചേച്ചിയുടെ ഫേവറേറ്റ് ആണ് അല്ലേ? വന്നപ്പോ ഞങ്ങളോട് ചോദിക്കണം ഓസൈനവ് പാടുവോ പാടുന്നുണ്ട്. ലിറിക്സ് ഒന്നും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മാറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോട്ടോ. വേറൊരു വേദിയിൽ പറഞ്ഞു ചിരിക്കാൻ ഒരു എന്താണ് മാറാൻ പോകുന്നത്? എന്താ മാറാൻ പോണെന്ന് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും? മാറിയിട്ട് പറയാം എന്ത് സംഭവിക്കുന്നുള്ളൂ. അതെ, എന്ന് വെച്ചാൽ ഒന്നും ലിറിക്സ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. രസകരമായിട്ടാണ് നമ്മുടെ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കുറെ പാട്ടുകൾ, സന്തോഷങ്ങൾ, വിശേഷങ്ങൾ. അപ്പൊ ഈ പാട്ടാവാം. ഓ സൈനബ അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ അഴിവുള്ള സൈനബ, അറിയാതെ എൻ്റെ ജീവനായതെന്തിനാണു നീ? മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ടു കൂടു തീർക്കുമല്ലിപ്പൈങ്കിളി. ഓ സൈനബ സൈനബ സൈനബ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഈ മാപ്പിളപ്പാട്ടുകൾ നിങ്ങൾ രണ്ടുപേരും CDs ഒരുപാട് പാടിയിട്ടുണ്ട്. ഒരുപാട് മാപ്പിളപ്പാട്ട് CDs ഞാൻ 2-3 പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ആൽബം ഞങ്ങൾ ഇനി വലിയ പെരുന്നാളിന് പ്ലാൻ ചെയ്യാണ്. എന്തായാലും ഇപ്പൊ ചെറിയ പെരുന്നാളാണല്ലോ, അടുത്ത വലിയ പെരുന്നാളാകുമ്പോഴേക്കും ഞങ്ങളുടെ ഒരു CD റിലീസ് ഒക്കെ ഉണ്ടാവും. പാടിയിട്ടില്ലേ? പാടിയിട്ടുണ്ട്. കൊറേ കോറസ് കൊറേ ഇത് പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഷികയുടെ ഒരു നല്ല പാട്ടായിരുന്നു. ഒരുപാട് മാപ്പിള പാട്ടുകൾ പുറത്തൊക്കെ UAE-ലാണ് ഏറ്റവും കൂടുതൽ മാപ്പിള, അബുദാബി, ദുബായ് നിങ്ങൾ ആ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സും കൂടി നിങ്ങൾ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ചെയ്യാറുണ്ടോ, അതോ നോർമലി യു വെയർ കാഷ്വൽ ഡ്രസ് ആണോ? കാഷ്വൽ ഡ്രസ് തന്നെയാണ്. പിന്നെ ചില സ്റ്റേജില് നമ്മള് ചെറിയൊരു തട്ടം പോലെ ഇട്ട് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലറായി പാടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഒരുപാടുണ്ട്, ഒരുപാട് പാട്ട്. ദുർഗ അങ്ങനെ ഒരുപാട് പാട്ട്. ദുർഗ ഒരു പാട്ട് ദുർഗ മാത്രമായിട്ട് പാടും, കോറസ് അല്ലാതെ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടിയിരിക്കുന്നത് ഇരുലോകമാണ്. ഇരുലോകം എന്നുള്ള പാട്ടാണ്. അതൊരു 4 ലൈൻസ് ആണ്. ഇരുലോകം ജയമണി നബിയുള്ള തിരുമും വന്നേ, ഇരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ഇരുലോകം ജയമണി നബിയുള്ള തിരുമും വന്നേ, ഇരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ചൊന്നവർ മന്നർ നബി കരമേറ്റി, എന്നുടയൻ പുകളെന്നു ചൊൽച്ചാറ്റി. ഉന്നിടയ കിഴവൻ പുകൾ പോറ്റിട ഫർദവൻ പ്രിയമുട ഹബീബുല്ലാവേ. പോരിശ കടലുട ദിനകരം റസൂലുല്ലാവേ. ഇരുലോകം ജയമണി നബിയുള്ള തിരുമും വന്നേ. പാടുമ്പോ ആ ഒരു സ്റ്റൈൽ എങ്ങനെ വരുന്നറിയല്ലേ? പല സ്റ്റൈലിലാണ് പാടുന്നത് അല്ലേ? അല്ല, മാപ്പിളപ്പാട്ടിന്റെ ഒരു എന്താ പറയാ, മാപ്പിളപ്പാട്ട് ശരിക്കും എനിക്കിത് പാട്ട് പഠിപ്പിച്ചത് നമ്മുടെ കണ്ണൂർ ഷെരീഫിക്കയാണ്. അപ്പൊ ആ മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ഉണ്ടാവേണ്ട ഒരുപാട് സ്റ്റൈലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിന്ധു പ്രേംകുമാർ, സിന്ധു ചേച്ചി കുറെ പാട്ടുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മാപ്പിളപ്പാട്ട് പാടുമ്പോ നമ്മൾ എടുക്കേണ്ട ഒരു ശൈലിയും അതുപോലെ തന്നെ കുറെ ഭാവങ്ങളൊക്കെ. അതെ അതെ അതെ. നിങ്ങൾ രണ്ടുപേരോട് പാടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? നമുക്ക് രണ്ടുപേരും കൂടെ മാപ്പിളപ്പാട്ടാ
പെരുന്നാളല്ലേ, അങ്ങനെ ഒരു പാട്ട് കേൾക്കാം. പടവാള് പടവാള് പാടാം. പടവാ ഒരുമിച്ചാണല്ലോ. ഒന്നിച്ച്. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാബീവി. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാബീവി. നിങ്ങൾ ഈ പാട്ടുകാർ കുറച്ച് ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ഞങ്ങൾ മുഴുവൻ കേൾക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ശരിക്കും ആഗ്രഹം തോന്നി കേട്ടോ, കുറച്ചുകൂടെ പാട്ട് കേൾക്കണം എന്ന് തോന്നി എനിക്ക്. അത് ശരിക്കും വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങള് ഇൻഡിവിജ്വലി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് വിളിച്ചു. മുഴുവൻ ഇപ്പൊ പാടി ഇനി ഞങ്ങള് വിളിക്കില്ലല്ലോ. പിന്നെ പാടാലോ. നിങ്ങളൊരു സംഭവമാണ് കേട്ടോ. പ്രസ്ഥാനമാണ്. കാരണം നിങ്ങൾക്ക് അത് ഞാൻ ഇനി പറയുന്നത് കോംപ്ലിമെന്റ് അല്ല, അങ്ങനെ ജനറലായിട്ട് അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ടാലന്റഡ് സിംഗേഴ്സാണ്, അത് പറയാൻ തരവില്ല. കാരണം അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകർ പറയും, നിങ്ങളുടെ ഫാൻസുകാർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കാണും. ഞാൻ നിങ്ങളുടെ ഒരു പാട്ട് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങളുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. നല്ലൊരു അനുഭവം തന്നെ. നിങ്ങളൊരു മുസ്ലിം സോങ് പാടുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളൊരു ക്രിസ്ത്യൻ സോങ് പാടുമ്പോഴത്തേക്ക് അങ്ങനെ, നിങ്ങളൊരു ഫിലിം പ്ലേബാക്സ് പാടുമ്പോൾ അങ്ങനെ, എല്ലാത്തിനും നിങ്ങളുടേതായിട്ടുള്ള പ്ലസ് പോയിന്റ്സ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദവും കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഒരു മാനസിക ഐക്യമുണ്ട് ഞങ്ങൾ തമ്മിൽ. സത്യം, അതെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് യു ആർ സോ ജോളി. അതുപോലെ തമാശയ്ക്ക് വേണ്ടി തമാശ പറയുന്നത് വേറെ. ഇപ്പൊ നമുക്ക് എത്രയോ കോമഡി മിമിക്സ് പരിപാടികളൊക്കെ ഉണ്ട്. അതല്ല, സന്തോഷിച്ച് ഷെയർ ചെയ്ത് ചിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരാളെ കളിയാക്കാതെ ചിരിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. മിമിക്രിക്കാരെല്ലാം അങ്ങനെ. ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ വെച്ചാല് കളിയാക്കാൻ പോവാണ്. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, കളിയാക്കാതെ പ്ലസ് പോയിന്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്ലസ് പോയിന്റ് ആണ്. അല്ല, ഇപ്പം അത് എനിക്ക് പോലും ചിലപ്പോൾ പറ്റിയതല്ലേ. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. പക്ഷെ എന്ത് നെഗറ്റീവ് നമ്മുടെ ഒരു മനസ്സിലൊരു തോട്ട് ഉണ്ടെങ്കിലും, അതായത് നമുക്ക് എന്തൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു കഴിവ്, അതൊന്ന് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നെ എടുത്തു പറയോ? ഇൻസ്റ്റന്റ് അടിച്ചോണ്ടോ, അതാണ് മീരയുടെ ഒരു കഴിവെന്ന് പറയുന്നത് അല്ലേ? അല്ല, എനിക്ക് ചിരിക്കാനും ചിരിപ്പിക്കാനും ഇഷ്ടമാണ്. അത് നോക്കാറുണ്ട്, മാക്സിമം നോക്കാറുണ്ട്. ചിലപ്പോ ഞാൻ ഡള്ളായി പോകുമ്പോ ഇവരൊക്കെ ഡള്ളായി പോകും. ഞാൻ ഇത്തിരി ഡള്ളായ അല്ല, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇങ്ങനെ ഒരുപാട് പറയുന്നതും ചിരിപ്പിക്കുന്നവരും ഒരു ശക്കലും ഡള്ളായ എല്ലാവരും മുൻ ചോദിക്കും, എന്ത് പറ്റി തലവേദനയാണ് നമുക്ക്. പെട്ടെന്നൊന്ന് ഡള്ളായി തന്നെ നമുക്കറിയാം. കാരണം ഒരിക്കലും അങ്ങനെ ഇരിക്കാത്തൊരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, വട്ടാണോന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അല്ല, പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഷോസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാറുണ്ടോ? അവതരിപ്പിക്കാറും കൂടെ ഉണ്ട്. ഒരു ഓഡിയൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ രീതി, ഒരു ഹ്യൂമർ സെൻസ് ഹെൽപ്പ് ചെയ്തില്ലേ? സംസാരിക്കാറ് എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാംസിലാണെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ തന്നിട്ട് ഇതുപോലെ പറയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബബടിക്കും. പക്ഷെ ആ സെയിം ആ ഒരു കണ്ടന്റ് ഞാൻ എന്റെ സ്റ്റൈലിൽ പറയും. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് അതിനുള്ള ഫ്രീഡം എന്റെ പ്രൊഡ്യൂസർ തരാറുണ്ട്. അങ്ങനെ തന്നെ എനിക്ക് സ്റ്റേജിലാണെങ്കിലും ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഞാൻ എന്റെ സ്റ്റൈലിൽ, അല്ലാതെ വരൂ ഇരിക്കൂ ഇങ്ങനെയൊന്നും പറയാൻ എനിക്ക്. അപ്പോൾ നമുക്ക് ഈ പെരുന്നാൾ ദിവസം ഒരുപാട് പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തന്നു. നിങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ ഒരുപാട് അറിഞ്ഞു. സ്റ്റേജിലെ സന്തോഷങ്ങൾ അല്ലേ, ചെറിയ ചെറിയ ഫൺ ഫിൽഡ് മൊമെന്റ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞു. നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല പാട്ടോട് കൂടി നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ താങ്ക്സ് ആണ് ഈ രണ്ട് ഗായികമാർക്ക്. അങ്ങോട്ടാണ് ഞങ്ങൾ പറയേണ്ടത്. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച അങ്ങോട്ടായി അല്ലേ, അപ്പോഴേക്കും നിങ്ങൾ വീണ്ടും ഞങ്ങളെ വിളിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം അത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ വിളിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ട് ഇനിയും ഓണത്തിന് വീണ്ടും നമ്മളെ വിളിക്കും. മുല്ലപ്പൂവയ്ക്കും നമ്മൾ വിളിക്കില്ലേ? ഓണപ്പാട്ട് പാടും. അന്നത്തെ ഇന്റർവ്യൂ നിങ്ങൾ 50 ദിവസം ഓടി, 100 ദിവസമായി. തിരുവാതിരക്കളിയൊക്കെ ആയിട്ട് നമുക്ക് കൂടാം. തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് ഇപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പാടാൻ പോകുന്നത്?
നമ്മൾ ഇന്ന് ഫുള്ള് മലയാളം പാട്ടുകളെ പാടിയ അപ്പൊ ഒരു ഹിന്ദി സോങ് പാടാല്ലേ, കജറ മുഹബത്ത് വാല. വാവ്, കുറച്ച് പാടാം. കവാലി സ്റ്റൈൽ. कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ले मेरे जान, हाय रे मैं तेरे कुर्बान, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरे जान, हाय रे मैं तेरे कुर्बान, कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ले मेरे जान, हाय रे मैं तेरे कुर्बान. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈദാശംസകൾ. ഈദാശംസകൾ. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സഹോദരി സഹോദരന്മാർക്കും ഇന്ന് ജീവൻ ടി വി ഒരുക്കുന്ന ഈ റംസാൻ ഒരു ആശംസാ രൂപത്തിലല്ല, ഇത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ആഘോഷിക്കുന്ന ഈ ഒരു ദിവസമായി മാറട്ടെ. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്, അല്ലേ? പുലർകാലത്തിൽ തുടങ്ങി ഞങ്ങളുടെ ശുഭരാത്രി വരെയുള്ള ഇന്നത്തെ റംസാൻ ഫീസ്റ്റ് ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഒപ്പം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇന്നത്തെ സെൽഫി ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ്. മനോഹരമായ സെൽഫികൾ നിങ്ങൾ അയച്ചു തരുന്നു, അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒപ്പം ജീവൻ ടി വി ഒരു എക്സ്റ്റൻഡഡ് സെൽഫി കോൺടെസ്റ്റ് നടത്തുകയാണ്. വൈറ്റ്ല ഗോൾഡ് സൂക്കിൽ ഇന്ന് ആരംഭിക്കുകയാണ് ഈ റംസാൻ ദിവസം. അപ്പോൾ സസന്തോഷം ജീവനോടൊപ്പം ചേർന്ന് പുതിയ ഒരു സെൽഫി വിന്നറിനെ കൂടി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എല്ലാവരും യു കം വിത്ത് യുവർ ഹോൾ ഫാമിലി, സെലിബ്രേറ്റ് റംസാൻ. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ നിങ്ങൾക്ക് അവിടെ വരാം, ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ട് നല്ല സെൽഫി എടുക്കാം. അതിൽ നിന്നും ഏറ്റവും ഭംഗിയുള്ളവരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഇവിടെ പ്രദർശിപ്പിക്കും. അതിന് ഒരു മാസം കൂടുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു സമ്മാനം, ബമ്പർ സമ്മാനം കൊടുക്കുന്നുണ്ട് അല്ലേ? ഇവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾ അയക്കുന്ന സെൽഫി ബമ്പർ സമ്മാനം. സോമ ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് റിസോർട്ട്സിൻ്റെ 2 nights and 3 days സ്റ്റേ ആണ്. ഒപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെൽഫിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കൗണ്ടർ, ഒരു എക്സ്റ്റേണൽ ഏരിയ ഞങ്ങൾ ഒരുക്കുന്നത്. ജീവൻ ടി വിയും ഗോൾഡ് സൂക്ക് മോളും കൂടി ചേർന്നാണ്, വൈറ്റില എറണാകുളം. അവിടെയുള്ള ഗോൾഡ് സൂക്ക് മോളും ജീവൻ ടി വിയും കൂടി ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നിങ്ങൾക്കൊരു സ്പോൺസർ ചെയ്തുകൊണ്ട് സെൽഫി കോൺടെസ്റ്റ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരം പാഴാക്കാൻ പാടില്ല. ഇന്ന് തന്നെ പോയി അവിടെ ഒരു സെൽഫി എടുത്ത് ഞങ്ങൾക്ക് അയക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുലർകാലത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരാറായിരിക്കുന്നു. പക്ഷേ നിങ്ങളാരും പോകാൻ പാടില്ല. ജീവൻ ടി വി ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, റംസാൻ്റെ വിരുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു സൂപ്പ് എന്നൊക്കെ പറയാം, ഒരു ഫുൾ കോഴ്സ് ഡിന്നറൊക്കെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒരു സൂപ്പിലാണ് ആരംഭിക്കുന്നത്, ഡെസേർട്ട് വരെയുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പിലേ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും ധാരാളം വിഭവങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അല്ലേ, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് us. സ്വീകരണ മുറിയിൽ റിമോട്ട് മാറ്റി വെച്ച് ജീവൻ ടി വിയുടെ മുന്നിലിരിക്കുക സന്തോഷമായിട്ട്. അതെ, റംസാൻ ജീവൻ ടി വിയോടൊപ്പം മാത്രം ചെലവഴിക്കുക.